മന്ത്രി രമേശ് ചെന്നിത്തല കരുതിക്കൂട്ടി തന്നെയാണ് ഈ കൈവിട്ട കളി കളിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. എന്തു വന്നാലും സതീശനെ താഴെ ഇറക്കി അടങ്ങൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. വി ഡി സതീശൻ ചെയ്ത ചരിത്രപരമായ വിഡ്ഢിത്തരത്തിന്റെ ബാക്കി പത്രമാണിത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആഭ്യന്തരം വിട്ട് ധനകാര്യ വകുപ്പ് കയ്യിലാക്കിയപ്പോൾ എന്തോ ഒന്ന് നേടിയെന്നായിരുന്നു സതീശന്റെ വിചാരം. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാണ് ചെയ്തതെന്ന് അന്നേ പലരും പറഞ്ഞിരുന്നു. ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത ചെന്നിത്തല തന്റെ പഴയ പരിചയത്തിലുള്ള വിശ്വസ്തരെ ഉപയോഗിച്ച് നടത്തിയ ചില പഠനങ്ങളുടെ ഭാഗമാണ് സതീശന്റെ കൂടെ സഹവസിച്ച് നടക്കുന്ന ചിലരെയെങ്കിലും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിക്കുന്നത് തന്നെ. അതാണ് തൂഫാൻ ആരംഭിക്കുവാൻ കാരണം. തൂഫാന്റെ ആരംഭ ദിനം തന്നെ സതീശന്റെ കൂടെ നടന്നവന്മാരെ പൊക്കിയാൽ അന്ന് തന്നെ തൂഫാന്റെ അവസാന ദിവസമാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തൂഫാന്റെ പേര് പറഞ്ഞ് നാട്ടിലെ വട്ടോനെയും പൂളോനെയും ഒക്കെ പൊക്കി അകത്തിട്ടത്. ഈ പേരും പറഞ്ഞ് പോലീസ് വിലസി നടന്നു. തുറുപ്പ് ചീട്ടിറക്കാതെ മാറ്റിവെച്ചു. മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ചെറുകിടക്കാരെ അല്ലാതെ അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളെ തൊടുകയില്ലെന്ന് ഇത് തുടങ്ങിയ കാലത്ത് തന്നെ പലരും പറഞ്ഞിരുന്നു. തൂഫാൻ നല്ലൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഏറ്റവും താഴെത്തട്ടിലുള്ള വിതരണക്കാരെയല്ല, മറിച്ച് അത് ഇവിടെ വിതരണത്തിന് തയ്യാറാക്കുന്ന ശൃംഖലയെ ആയിരുന്നു അടച്ചു പൂട്ടേണ്ടിയിരുന്നത്. അതിന് തുനിയാതെ പൊട്ടും പൊടിയും പെറുക്കിയെടുത്ത് ഒടുവിൽ ചെന്നിത്തല ആദ്യമേ തന്നെ കണക്കൂട്ടി വെച്ചിരുന്ന, നിശബ്ദമായി പിന്തുടർന്നിരുന്ന സതീശന്റെ കൂട്ടാളികളെ തന്നെ അങ്ങ് പൊക്കി. അതോടുകൂടി തൂഫാന് കട്ടം വീണുവെന്നാണ് ആഭ്യന്തര വകുപ്പിനുള്ളിലെ ആഭ്യന്തര ചർച്ച. സതീശനെ പൂട്ടാൻ ഉറച്ചു മാത്രം ആരംഭിച്ച പദ്ധതി ഉദ്ദേശം പൂർത്തിയായതോടുകൂടി തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയെന്നാണ് അടക്കം പറച്ചിൽ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപഭാരവും സതീശന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ സാധിച്ചു. ഒരു മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇവരൊക്കെ പോകുന്ന വഴിക്ക് ഫോട്ടോ എടുക്കാൻ ഓരോരുത്തർ കൂടെ കയറി നിൽക്കും. ഇവരുടെയൊക്കെ വിജിലൻസ് ക്ലിയറൻസ് എടുത്തതിന് ശേഷം ഫോട്ടോയ്ക്ക് നിന്നാൽ മതിയെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ വിഷയത്തിൽ സതീശന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വിദഗ്ധന്മാരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ മുഴുവൻ. അതുപോലും ഒരു പരിധിവരെ ശരിയായ കാര്യമല്ല. നമ്മുടെ കൂടെ എന്നും സഹവസിക്കുന്ന പലരും ഇരുട്ടിൻ്റെ മറവിൽ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പുറമേ മാന്യന്മാരും മറ്റുള്ളവർക്ക് സഹായികളുമായിരിക്കും. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കൂടെ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുവാൻ മിടുക്കരായവരെ ആവശ്യമുണ്ട്. അവർക്ക് ഇതുപോലെയുള്ള ഹിഡൻ അജണ്ടകളുണ്ടെന്ന് സ്വാഭാവികമായും ആരും പ്രതീക്ഷിക്കില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ നടത്തിയ പ്രസ്താവനകളാണ്. കോടതി ഭാഷയിൽ പറഞ്ഞാൽ സാക്ഷി അപ്രസക്തമായ മൊഴിയാണ് നൽകിയത്. വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് എന്തെല്ലാമോ പറഞ്ഞ് തടിയൂരി. ഇതാണ് ജനങ്ങളിൽ സംശയമുണ്ടാക്കിയത്. ഏതായാലും ഒരു കാര്യം പറയാം, ജനങ്ങൾ നിരാശരാണ്. മുഖ്യമന്ത്രി ഇതുവരെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ബാലിശമായ പ്രവൃത്തികൾ കൊണ്ട് ജനങ്ങളെ വെറുപ്പിക്കുകയും ചെയ്യുകയാണ്.